Please don't mock God. Ammu George. Only you, no mock. Don't troll our Hindus. Jai Sri Ram. Sri Ram. ശ്രീറാം അല്ല ശ്രീറാം. നീ ആദ്യം എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് മതത്തെ പറ്റി സംസാരിക്കാം കേട്ടോ. ഫേക്ക് ഐഡിയ കൊണ്ട് വന്നേക്കാൻ എൻ്റെ അടുത്ത്. ചന്ദ്രികാ ദേവി ടെമ്പിൾ ലക്നൌവിലുള്ള ചന്ദ്രികാ ദേവി ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരെ, അമ്പലത്തിലുള്ള ആൾക്കാർ തന്നെ പ്രസാദം മേടിച്ചില്ല എന്നും പറഞ്ഞ് ഭക്തരെ പിടിച്ചടിക്കുന്നു. ഡോൺ ട്രോൾ അവർ ഹിന്ദുസ്. ജയ് ശ്രീറാം. ഇവൻ എന്തൊരു മൊണ്ണയാണ് ഞാൻ ആലോചിക്കുക. എല്ലാവരും ഹിന്ദു ആയാലും എല്ലാവരും മുസ്ലിം ആയാലും എല്ലാവരും ക്രിസ്ത്യാനി ആയാലും മനുഷ്യനല്ലേ എല്ലാം. അവൻ അവന്റെ തനി നിറം കാണിക്കും. ഒരു ഹിന്ദുവിനെ തല്ലുന്നതാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെ നിർത്തിയത്? അല്ലാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ്. എനിക്കും പണ്ടൊരു ഫേക്ക് ഐഡിയ ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം മാത്രം, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം ഡിങ്കൻ ഉണ്ടാക്കി. പറ്റിയ ആളെടുത്തായിരുന്നു ചോദിച്ചേക്കുന്നത്. ആരിഫ് ഉണ്ടാക്കി. ഡിങ്കൻ എന്റെ ദൈവം ഡിങ്കനാണ്. ഓഹോ, ആ പണ്ട് ബാലരമയിലുള്ള ഡിങ്കനാണോ? വേണ്ട ഡിങ്കനെ കുറിച്ച് നിങ്ങൾ അപവാദമൊന്നും പറയരുത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വലിയ വിഷമായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ എന്തിനാ ഡിങ്കനെ കുറിച്ച് പറയണേ? അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? വേണ്ട നമ്മുടെ ദൈവത്തെ പറ്റി ആരെയൊക്കെ പറയുമ്പോൾ നമുക്ക് പിടിക്കത്തില്ല. പക്ഷെ കണ്ടവരുടെ ദൈവത്തെ പറ്റി എന്ത് വേണേലും പറയാം, ഒരു കുഴപ്പമില്ല. ഡിങ്കനെ കുറിച്ച് നിങ്ങൾ അപവാദമൊന്നും പറയരുത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വലിയ വിഷമായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ എന്തിനാ ഡിങ്കനെ കുറിച്ച് പറയണേ? എന്റെ മതത്തെ പറ്റി അല്ലെ എന്റെ വിശ്വാസത്തെ പറ്റി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒഫൻഡഡ് ആവത്തില്ല, കാരണം സത്യമായിരിക്കും അവര് പറയുന്നത്. ഇത് കണ്ടില്ലേ? അപ്പൊ ഊളത്ര ഏത് മതത്തിലുള്ള കാണിച്ചാലും ഇത് താങ്ങാൻ നിൽക്കരുത്, സ്വന്തം മതമാണെന്ന് പറഞ്ഞു. മതസൗഹാർദ്ദ ബുക്ക് പാർട്ട് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതിന് മുമ്പത്തെ റിയാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് നമ്മൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഹിന്ദു റിപ്പോർട്ടിംഗ് സാർ, ഞങ്ങൾക്ക് ബുക്ക് കുറഞ്ഞു പോയി, ഇനി തരുമ്പോൾ കുറച്ചുകൂടി തപ്പാം. ഞങ്ങൾ മെജോറിറ്റി അല്ലേ. ആൾക്കാർ ചോദിച്ചു ബുക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്, കാരണം ബോധമുള്ളവന്മാരുണ്ട് ഇവിടെ. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്ത കുറെ എണ്ണങ്ങൾ ഇപ്പോഴും കമന്റ് ബോക്സിലുണ്ട്. ഒരു മതത്തിലുള്ള ആൾക്കാർ കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചു നോക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഇതുവരെ വന്ന് കരയുന്ന എന്തിനാണ്? എല്ലാ മതത്തിലുള്ളവന്മാരും കൂടി കമന്റ് ബോക്സിൽ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. നമ്മുടെ കയ്യിൽ എത്ര തന്നെ സമ്പാദിച്ചാലും ഒരു രൂപ പോലും നിൽക്കുന്നില്ല, അതുപോലെ തന്നെ പാഴ്ചിലവുകൾ ഏറെയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്കായി ഒരു പരിഹാരം. ഏത് രൂപ നോട്ടുകളാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നും ആദ്യം ഒരു നോട്ട് എടുക്കുക. ആ നോട്ടിൽ കുറച്ച് പട്ടയുടെ പൊടി, അതായത് കറുകപ്പട്ടയുടെ പൊടി ഇടുക. അതിനുശേഷം നിങ്ങൾ ജവ്വാദ് എന്ന് പറഞ്ഞ് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന ആ പൊടിയും പനിനീരും കലർത്തി. ഡിസ്ക്ലൈമറാണ് ഞാൻ പറയാറുള്ളത് പോലെ ഈ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്ത് പൈസ കളയരുത്. സ്റ്റേ സേഫ്. ഇവന്മാർ നിങ്ങളെ പറ്റിക്കുമ്പോൾ ഞാൻ അവന്മാരെ പറ്റിക്കണ്ടേ? യു മസ്റ്റ് ബി നോയിങ് ദാറ്റ് IPL is still going on, but to be honest, ചില മാച്ചുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ മാച്ച് വാച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ IPL ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ വെൽക്കം ബോണസ് ഒക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാം. ഇതുള്ളത് കാരണം ക്രിക്കറ്റ് നമുക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകും. പ്രഡിക്ഷൻ ആയതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. മോസ്റ്റ് ബോറിംഗ് മാച്ചസ് വരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. സോ രജിസ്റ്റർ ടു മൈ പിൻ കമന്റ്, there are lot of rewards waiting for you. So check the pin comment. നമ്മൾ ഈ നോട്ടിൽ കുറച്ച് അവിടെയും ഇവിടെയുമായിട്ട് വിതറി ഇടുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിയാക്കി ഈ നോട്ടിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നമുക്ക് മടക്കി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഈ പ്രപഞ്ചത്തോട് എന്നിലേക്ക് പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ ഒരു 2-3 സെക്കൻഡ് പറഞ്ഞ് ഈ നോട്ട് മടക്കി നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിച്ചാൽ ധനവരവ് വർദ്ധിക്കുകയും പാഴ്ചിലവുകൾ കുറയുകയും ചെയ്യുന്നതായിരിക്കും. ഡോൺ ട്രോൾ അവർ ഹിന്ദുസ്. ജയ് ശ്രീറാം. എടാ മൊണ്ണകളെ, ഈ മൊണ്ണത്തരം മൊത്തം കാണിച്ചതിനല്ലേ ഞാൻ റിയാക്ട് ചെയ്യുന്നത്? എല്ലാ മതത്തിലുള്ള മൊണ്ണത്തരല്ലേ ഞാൻ റിയാക്ട് ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ അവരെ താങ്ങാൻ നിൽക്കുന്നത് എന്തൊരു മൊണ്ണകളാണ് നീയൊക്കെ. എല്ലാ മതത്തിനോടും കൂടി കേട്ടോ, ഹിന്ദുസിന് മാത്രമല്ല, മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും. ഇവന്റെ വീഡിയോസിൽ മുസ്ലിമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയവർ ഇവിടെ വാ. ഞാൻ എന്നാ പറയാൻ ഇവനെയൊക്കെ? നിങ്ങൾ അയച്ചത് ഞാൻ അത് റിയാക്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും, ഞാനിവിടെ ഒഫൻഡഡ് ആവത്തില്ല. എല്ലാ മതത്തിലുള്ള ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരുന്നതാണ് ഞാനിവിടെ റിയാക്ട് ചെയ്യുന്നത്. കോമൺ റിയാക്ഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആര് കാണിച്ചാലും അക്സെപ്റ്റ് ചെയ്യണം.
അല്ലാണ്ട് അവരെ താങ്ങാൻ നിൽക്കരുത്. ആ ടൈമിൽ കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞു. പിന്നെ ബഷി എത്രത്തോളം ഇവളെ ഞാൻ हेलो 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 सर, अरविंद कुमार बात कर रहा हूँ क्यूकॉइन कंपनी से। कैसे हैं सर? ओके सर, मेरा आपको कॉल करने का कारण ये है कि हमारी कंपनी में पार्ट टाइम वर्क फ्रॉम होम के लिए हायरिंग चल रही है सर। आप एक दिन का वर्क करके 3,000 से 5,000 तक कमा सकते हैं सर। नो currently not required, no requirements. ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞു. പിന്നെ ബഷി എത്രത്തോളം ഇവളെ ഞാൻ പറയട്ടെ, എന്നെ പോലെ ലോകത്ത് വേറെ ആരും ഉണ്ടാവൂല. എന്താ വെച്ചാൽ ഞാൻ വേറെയാണ്, മഷുവിനെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ടൈമിൽ ആർക്കും ഫസ്റ്റ് പറയുമ്പോൾ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ബഷി സ്നേഹിക്കണതും മഷു എന്താണെന്നുള്ളതും എല്ലാം അറിയാം. അപ്പത്തേക്കും എനിക്ക് ഇയാളെ വിട്ടു എന്ന് പറയാനുള്ള മനസ്സും ഇല്ല. ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. അപ്പത്തേക്കും പറ്റൂല എന്നെ കൊച്ചു ആ പെണ്ണിനെ വിട്ടോളണം എന്ന് പറയാനുള്ള സാധനമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി തിക്കായി. അപ്പത്തേക്കും ഓക്കെ, ആ ഒരു ടൈപ്പിലുള്ള ഒരു സങ്കടം മാത്രം. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി ഒരു സിസ്റ്റർ ടൈപ്പുമായി, ഞങ്ങൾ തമ്മിലുള്ള സംസാരമായി. മഷു പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കപ്പിളായിട്ടുള്ള ഇടിയല്ലാതെ നമ്മളില്ല. എങ്ങനെ ഇരിക്കണം? ഇത് കണ്ടിട്ട് എനിക്കൊരു ജെനുവൻ റിയാക്ഷനേ പറയാനുള്ളൂ. അവർക്ക് മൂന്നോർക്കും ഇല്ലാത്ത കുഴപ്പമാണ് ഇവിടെ ഉള്ളവർക്ക്. അവർക്ക് മൂന്നോർക്കും കുഴപ്പമില്ല, പിന്നെ നമുക്കെന്താ? കുരുവട്ടം തുടങ്ങിയ ഇവിടെ കമന്റ് ബോക്സിൽ കുരുവട്ടം തുടങ്ങിയ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ പുള്ളി പറഞ്ഞത് ഇപ്പൊ കറക്റ്റായി. ദുനിയാവിൽ ഒരു പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കും. എന്താടാ ഇത്? ഐബാണ്. ഇവന് ഉപേക്ഷിച്ചാൽ വേറെ പോകാൻ ഇടമില്ലാത്ത തന്നെ പെട്ടുപോയി. എത്ര തിക് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ പങ്കുവയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ഭാര്യയ്ക്ക് വേറെ ആൾ ഇഷ്ടമായാൽ കെട്ടിച്ചു കൊടുക്കുമോ ബഷീർ മോനെ? നിങ്ങളുടെ സ്നേഹം സത്യമാണ്. ഇവൾ നിങ്ങളെ കെട്ടിയ ഒരു ക്ലാപ്പനായിരുന്നു. ഞങ്ങൾക്കിവിടെ ഒന്നിനെ പോലും കിട്ടുന്നില്ല. മുസ്ലിംസിന്റെ പഴയ വിശ്വാസം ഉണ്ടല്ലോ, ആചാരം, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യയാകാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഒരുത്തിനാണ്. അപ്പൊ ശരിക്കും ഇവനല്ല ആ വിശ്വാസി. ഇവനെ ശരിക്കും പ്രശംസിക്കണ്ടേ നിങ്ങൾ? എന്താ വെച്ചാൽ ഞാൻ വേറെയാണ്, മഷുവിനെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ കമന്റ് ബോക്സ് പറയും അത് പറ്റത്തില്ല, അത് ഞമ്മക്ക് പറ്റത്തില്ല. അപ്പൊ പറയും ഞാൻ മതതീവ്രവാദിയാണ്. എന്താണെന്നറിയാം. ഇതൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ മറക്കില്ല. എല്ലാ മതത്തിലും നല്ല ചിത്തയുണ്ട്. ഇത് കാണുമ്പോൾ ചില തെറ്റിരിക്കത്തില്ലേ, പെട്ടേക്കാം. അതുകൊണ്ട് ഡിസ്ക്ലൈമർ ആയിട്ട് അതുകൂടി പറഞ്ഞു. തീർച്ചയായിട്ടും 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരെന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ വാ ഖദീജോ വാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം. ഇവിടെ ആർക്കാണ് പ്രശ്നം? നിങ്ങളെ പോലെ മതം വിറ്റ് ജീവിക്കുന്ന കുറച്ച് പണ്ഡിത ശിരോമണികൾക്കാണ് പ്രശ്നം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുണ്ട്, സൂറത്തുൽ അൻകബൂത്തിലെ ഒരു സൂക്തം. അതിങ്ങനെയാണ്: ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറു കൈഫ ബദൽ ഖൽഖ സുമ്മല്ലാഹ യുൻശിഉൻ നശാഅത്തൽ ആഖിറത ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര സുന്ദരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. നിങ്ങളുടെ ദൈവത്തിനെ നോക്കണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അവന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്താകുലരാകുക. അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര പോകുന്ന ആളുകളെയും വിധവയായിട്ടിരിക്കുന്ന ഒരു ഉമ്മാമയോട് പറയേണ്ട വർത്തമാനമാണ് ആ പറഞ്ഞത്? ഇവരെ പോലുള്ള ആളുകളാണ് ഈ മതത്തിനെയും മതത്തിന്റെ മൂല്യങ്ങളെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിരിക്കുന്നത്. സൈനിങ് ഓഫ്. സാർ, ആ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ഇത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു സ്ത്രീ വിധവയാണ്. അവർക്ക് വേറെ എൻജോയ്മെന്റ് ഒന്നും ഇല്ല. അവരൊറ്റപ്പെട്ട് ജീവിതം മടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവർ യാത്ര ചെയ്തു. ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്യാതെ വിടാ ചെയ്യണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കത്തൊക്കെ പോകാൻ പറ്റും ആളുകൾക്ക്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല. അങ്ങനെ ആരാധനാ സ്വാതന്ത്ര്യം തിരികെ പറയുന്നുണ്ട്. ഒരുമിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബസ്സുകളിലൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? അവിടെ എന്താ ഭൂകമ്പം സംഭവിക്കുന്നുണ്ടോ? ഈ ചങ്ങലക്കിടാനൊന്നും ഇനിയുള്ള കാലം ആലോചിച്ചാൽ നടക്കൂല. കാരണം ഇത് ഖുർആന്റേതോ ഇസ്ലാമിന്റേതോ ഒന്നും പ്രശ്നമല്ല, മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത്. അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ വാ ഖദീജോ വാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് ഭരണഘടനാ വിരുദ്ധമാണ് നടത്തുന്നത്, ഖുർആൻ വിരുദ്ധമാണ് നടത്തുന്നത്. അല്ലാതെ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളൊന്നല്ല പറഞ്ഞത്. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പൂർണ്ണമായി പാലിക്കുന്നവരാണ് ഇവരൊക്കെ. ഒരുത്തം പാലിച്ചായിരുന്നു. അതിന്റെ അടിയിൽ ഇവന്മാർ വെക്കുക. അത് മാത്രമുള്ള വിശ്വാസം ചെയ്താലും പ്രശ്നം, ചെയ്തില്ലേലും പ്രശ്നം, അത് പറഞ്ഞാലും പ്രശ്നം.
അതും കൂടി പറയട്ടെ, ഇവരൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടോ ഇതൊക്കെ? ഇത് പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകളെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഏത് വഴിക്ക് പോകുന്നുണ്ട്, ഇതും തെരഞ്ഞ് നടക്കല. ഇവർക്കെല്ലാം പോയിട്ട് ഖുർആനിൽ ഓതി പള്ളിയിൽ ഇരുന്നൂടെ? ഇത് തിരഞ്ഞെടുക്കുന്ന കാരണം നേരം കൊണ്ട് സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നുണ്ട്, സ്ത്രീകൾ പർദ്ദ ഇടുന്നുണ്ടോ, സ്ത്രീകൾ തട്ടമിടുന്നുണ്ടോ, സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നുണ്ടോ, പിന്നെ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാരിങ്ങനെ സുഖിക്കാൻ പോകുന്നുണ്ടോ? എന്താണിത്? ഭർത്താവ് മരണപ്പെട്ടാൽ അവർ വീട്ടിലിരുന്ന് കരഞ്ഞിരിക്കേണ്ടവരല്ല. അവർ ജീവിതം ആസ്വദിക്കണം, ജീവിതം ആഘോഷിക്കണം, എല്ലാ സ്ഥലത്തും പോകുകയും വരികയൊക്കെ ചെയ്യണം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. ഒരു ഇസ്ലാമും അതിൽ പറഞ്ഞിട്ടില്ല തടസ്സം. അതിന് അവര് കേൾക്കേണ്ടി വന്നതാണ് ഈ പണ്ഡിത കൊണാപ്പനിപ്പോ വിളിച്ചു പ്രൂവ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും? ഇത്രയും പ്രായത്തിൽ ഞാൻ പോയല്ലോ, പൊതുവെ എനിക്ക് മുട്ടുവേദന, കാലുവേദന, പല പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ. സ്വന്തം മതവിശ്വാസങ്ങൾ നിങ്ങൾ ഒരാളെ ഫോഴ്സ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടും മറ്റൊരാളെ ഫോഴ്സ് ചെയ്യിക്കാം. അതുപോലെ തന്നെ മറ്റൊരാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. അത് മറ്റുള്ള രാജ്യമൊക്കെ വികസിക്കാൻ ശ്രമിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, വി നീഡ് ടു ക്ലിയർ ദ റിമൈനിങ് 20% അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി. വി നീഡ് ടു ഇംപ്രൂവ് ദ കൺട്രീസ് GDP further. Meanwhile, India. ये नारियल हिलने लगा है, गुरुदेव नारियल हवा में उड़ चुका है. चीज का एक समय होता है. नहीं, इस समय में ये स्टूडियो में भी लाइव करके दिखा रहे हैं. अच्छा, उड़ा दिया. हाँ, ഇന്ത്യ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. അത് വിശ്വസിക്കുന്ന കുറെ മണ്ടാകും. മതഭ്രാന്തന്മാരാവില്ലടാ, അതിലും വലിയ തോൽവി വേറെ ഇല്ല. ऊपर नीचे जो आपने चलाया था ऐसे पकड़ के भी दिखा दिया, और यहाँ देखिए यहीं पे रोकूंगा हवा में, यहीं स्टॉप. തങ്കീസ് വെച്ച് കെട്ടി വലിച്ചു വെച്ചേക്കുന്ന ആരും കണ്ടില്ല. रुक जाइए, झूल जाइए, प्रश्नों का उत्तर भी देगा. ये क्या बात है? बिल्कुल जैसे आप സൈഡിലിരിക്കുന്ന പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി കുലുങ്ങിച്ചിരിക്കുക. 10ാമത്തെ മതസൗഹാർദ്ദ ഊക്ക് റിയാക്ഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെയുള്ള റിയാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, മതത്തിന്റെ തെറ്റുകൾ ഉളത്തിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് മനസ്സിലാക്കാണ്ട് വീണ്ടും അതിനുവേണ്ടി സംസാരിക്കുന്ന മൊണ്ണകളാണ് ഏറ്റവും വലിയ വാഴകൾ. ഇന്ന് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ വളരെ അത്യാവശ്യമായിട്ട് മറൈൻ ഡ്രൈവ് ഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്കുണ്ടായ വളരെ മോശമായ ഒരു അനുഭവമാണിത്. അതായത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഈ ഫുള്ള് കാണുന്നത് നസ്രാണികളുടെ ഒരു ജാഥയാണ്, ഒരു പ്രൊട്ടസ്റ്റ് അവർ നടത്തുവാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പൊതുജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതുപോലെ വിവരമില്ലായ്മ കാണിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചേട്ടാ, ഞങ്ങൾ എമർജൻസി ആയിട്ട് പോകുന്നതാ ചേട്ടാ. ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾ എമർജൻസി ആയിട്ട് പോകുന്നതാ. എത്ര മണിക്കൂറായി എന്തൊരു മൊണ്ണ, അയാൾ എന്തൊരു മൊണ്ണയാ. വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെയാ പുള്ളി. ഹോസ്പിറ്റൽ കേസല്ലല്ലോ, കറങ്ങാൻ വേണ്ടിയല്ലേ പോയത്. അമ്മു എന്ന് പറയുന്ന ഒരു മൊണ്ണച്ചിയാണ് കമന്റ് ചെയ്തേക്കുന്നത്. കറങ്ങാൻ വേണ്ടി പോകുന്ന റോഡ് നിനക്ക് തടയാവോ? എന്തൊരു മൊണ്ണയാണെന്ന് ആലോചിക്കും. റോഡ് തടയാനും യാത്ര ബുദ്ധിമുട്ടിക്കാനും അധികാരം ആർക്കും ഇല്ല. ഇങ്ങനെ കുറെ മൊണ്ണകൾ. ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയാത്ത, കോമൺ സെൻസ് ഇല്ലാത്ത കുറെ ആളുകൾ. വേണ്ടിയിട്ട് ഇതുപോലെ ജാഥയും സമരവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നല്ല തന്നെയാണ്. പക്ഷേ എങ്കിലും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നത്. ചാനലിലെ വീഡിയോ അധികം കിട്ടാനില്ലായിരുന്നു. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇവന്റെ കമന്റ് പരിഗണിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ മാസ്റ്റർ ചമ്മഞ്ഞ് വീട്ടിലെത്തി മാല പൊട്ടിച്ചു. യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില. ഇനിയിപ്പോ യേശുവിന്റെ നാമം പറഞ്ഞാൽ മതിയല്ലോ. യേശു ഇപ്പൊ പറയുന്നുണ്ട്, യേശു പോകുമല്ലേ. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. കൊള്ളാം കേട്ടോ, യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ. പ്രതി ഷിബു പോലീസ് കസ്റ്റഡിയിൽ. അറിഞ്ഞിട്ട് വരാൻ തോന്നുന്നു. ഷിബു ആയി. ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് യേശുവിന്റെ നാമത്തില യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകണം. നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ. ഏതോ ഞെട്ടുമ്പോഴൊക്കെ ഊരിപ്പോയി കിടക്കണേ. അവന്റെ ഊളത്തരം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്.
യേശുവിന്റെ നാമത്തിൽ. അപ്പൊ മറ്റേ മൊത്തം പറഞ്ഞില്ല, ഞാൻ മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞ ഏതൊരു മൊണ്ണ പറഞ്ഞു. ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലേടേ. 3 പേരെയും കൂട്ടിയിട്ടല്ലേ ഞാനിട്ട് ഊക്കുന്നേ. എന്നിട്ട് ഈ വക വർത്താനൊക്കെ എന്റെ അടുത്ത് പറയല്ലേ. ഞാൻ പാമ്പിനെ വെച്ച് കൊത്തിക്കും ഞാൻ. ബാലയോ? ഏത് ബാല? ഡിസ്റ്റർബിംഗ് മൈ പീസ് പേരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സോപാന സംഗീതം എന്നും പേരുണ്ട്. ഓക്കെ, ഇതില് ഒട്ടിച്ചിരിക്കുന്ന തോല് പശുവിന്റെ വയറിനകത്തുള്ള ചവ്വ്, ഉള്ളൂരി, ഒതളി എന്നൊക്കെ പറയുന്ന ലാർജ് ഇൻഡസ്ട്രീന്റെ, അതായത് നമ്മുടെ ബോട്ടി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, അതിന്റെ അറ്റത്തുള്ള വൻകുടലിന്റെ തോലാണ് ഇതിന്റെ ചർമ്മം. അതായത് ഇതെല്ലാം പ്യുവർലി നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റുകളാണ് എന്നർത്ഥം. ഇരിക്കുന്നവർക്ക് ഇപ്പൊ തന്നെ ഭൂമി വിളർന്ന് അടുത്തേക്ക് പോയാൽ മതി തോന്നുന്നുണ്ടാവും. എന്റെ ദൈവമേ. ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയി കൊട്ടുന്ന ഇടയ്ക്ക, മദ്ദളം, തിമല, ചെണ്ട സകലതും നോൺ വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ക്ഷേത്രത്തിലുള്ള എല്ലാ മനുഷ്യരും, ജോലി ചെയ്യുന്ന എല്ലാവരും വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്നാണ് സങ്കല്പം. അപ്പൊ അതിന്റെ കുറെ സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. നമ്മുടെ മാപ്പിള സഹോദരങ്ങൾ അറവുശാല നിർത്തിയാൽ ഒരു മാരാരും ചെണ്ട കൊട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇതെല്ലാം ചില സാമൂഹ്യ സത്യങ്ങളാണ്. എന്റെ ദൈവമേ, അയാളുടെ ധൈര്യം സമ്മതിക്കണം. ആള് ജീവനോടെ ഉണ്ടോ? കാരണം മതഭ്രാന്തന്മാര് അവർക്ക് ഇങ്ങനെ ബോധമൊന്നുമില്ല. അവർക്കിതൊക്കെ കേട്ട് ഞാൻ അങ്ങോട്ട് സഹിക്കത്തില്ല. സത്യമാണ് പറയുന്നതെന്ന് നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലായാലും മതഭ്രാന്തന്മാരെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ല. അവര് അങ്ങോട്ട് ആക്രമിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും ശരി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേടോ തന്നോടൊക്കെ ചോദിക്കുന്നേ. അപ്പൊ തനിക്കും അറിയാൻ പാടില്ല. അതിന് താൻ എന്നാക്കെ പറയുന്നത്? ചോദിക്കാൻ പാടുന്നു. ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ പിന്നെ വായ അടച്ച് വീട്ടിൽ ഇരിക്കണോ? ഇതാണ് ഇവരുടെ കുഴപ്പം. ഇവർക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ഇവർ തന്നെ കൊഞ്ഞിനെ കുത്തി കാണിക്കും. ഊക്കി വിടണം എല്ലാത്തിനും. നിങ്ങൾ ഐ റിക്വസ്റ്റ് സീരിയസ്ലി ചെയ്യാൻ പറയുകയാണ്. ഫാമിലി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കാണുക. തെറിയാണ് ഇവര് വിശ്വാസം എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നത്. ഓക്കെ, തെറിപ്പാട്ടാണ്. ഈ ഭരണിപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് എന്ന് പറഞ്ഞാൽ തെറിയാണ് അവർ പാടുന്നത്, ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഇതൊരു വിശ്വാസമാണ്. ഹിന്ദുക്കൾ പോലും കേട്ടാൽ അടയ്ക്കുന്ന തെറികളാണ് ഇവരുടെ വിശ്വാസത്തിൽ ഒരു പാടിക്കൂട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പാടുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഞാൻ വേണമെങ്കിൽ പറയാം. എനിക്ക് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകളൊക്കെ പറയാൻ മടിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കി തരാം. പക്ഷെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കുക, മൊബൈൽ ഫോണിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കഴിവതും കുട്ടികളെ ഒഴിവാക്കുക വീഡിയോയിൽ നിന്ന്. ഏതോ ഒരു പെണ്ണിന്റെ ത്തിലടിക്കണ കട്ടൻ ചായ എന്ന്. കട്ടൻ ചായ അവിടെ അടിക്കുന്ന യുവമാര്. താനാരോ തന്നാരോ തന്റെ അച്ഛനാരോ ഞാനാണോ? എന്താലറക്കുന്നത്? എന്താടാ ബാക്കി? എനിക്ക് പറഞ്ഞു തരാൻ ത്രാണിയില്ല. എനിക്ക് ധൈര്യമില്ല. വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാഗൊണ്ട് ഇതൊക്കെ പറയാൻ. ദേവീനെയൊക്കെ തെറിയാൻ കൊണ്ട് ഒരു മയോ ഇല്ലാണ്ട് അത് വിളിക്കുന്നത്. എന്നാ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഡോൺ ട്രോൾ ഹിന്ദുസ് എന്നൊക്കെ പറഞ്ഞവൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ തെറിപ്പാട്ട് പാടുന്നിടത്തേക്ക് നിങ്ങൾ ചെന്നിച്ചത് ചോദിക്കാൻ ചെന്നാലുള്ള നിങ്ങളുടെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. തല്ലിക്കൊന്ന് നിങ്ങളെ പൊഴിച്ചു വിടുക. അവരുടെ വിശ്വാസമാണത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ. അതാണ് ഞാൻ പറയുന്നത്. മതം ഒരു വിഷമാണടി. അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി നോക്കാം. അമ്മേ, എനിക്കിത് പറയാൻ ഞാൻ ഇതിന് കൂടുതൽ ഞാൻ ഈ വീഡിയോ കാണിച്ച എന്റെ ചാനലിന് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്റെ ബാക്കപ്പ് ചാനല് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.
ഈ ചാനൽ ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉള്ളത് കാരണം എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാണ്ട് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ പുതിയൊരു ചാനൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ ബാക്കപ്പ് ചാനൽ ജോക്കു 10.0 ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഞാൻ പോകത്തില്ല, എനിക്കിത് ഭയങ്കര രസമാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, 43 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. ഫോട്ടോ ഞാൻ കാണിക്കാം, നിങ്ങൾ കഴിവതും നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കുക. ആ കുട്ടീനെ കണ്ടു കിട്ടുന്നവർ കഴിയുന്നതും ഒന്ന് സഹകരിക്കുക, പോലീസുമായിട്ടൊന്ന് സഹകരിക്കുക. ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. ഫോട്ടോ എന്നിട്ട് മിസ്സിംഗ് ആണ്, എല്ലാവരും ഒന്ന് സഹകരിച്ച് കണ്ടുപിടിച്ചെടുക്കുക. അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ബ്രാഹ്മണനായി ജനിക്കണം. നല്ല കാര്യം, സന്തോഷമേ ഉള്ളൂ. ഇവിടെ ജനിക്കണ്ട, വല്ല അറബി നാട്ടിലും പോയി ജനിക്ക്. ഈ പൂണൂലിട്ട വർഗത്തിനോട് ബാക്കി അവർ ശരിയാക്കുന്നുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. ഏതെങ്കിലും ഒക്കെ റെയിൽവേ ട്രാക്കിൽ കാണാൻ ബൈ സഫ്വാൻ റോഷനാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ചെറുക്കൻ ഹിന്ദുവും പെണ്ണും മുസ്ലിമുമാണ്. അതിൻ്റെ അടിയിൽ വന്ന കമന്റ് ആണിത്. ഏതെങ്കിലും ഒക്കെ റെയിൽവേ ട്രാക്കിൽ കാണാം. ഇട്ട കമന്റ് ആരാണ്? സഫ്വാൻ റോഷൻ. ഓക്കെ, നമുക്ക് സഫ്വാൻ റോഷന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. സെക്യുലറിസം, പൊളിറ്റിക്സ്, ഡെമോക്രാറ്റിക്. ആ നീയാണ് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കാണാന്ന് പറഞ്ഞ കമന്റ് ഇട്ടത്. എടാ, നീയൊക്കെ എന്തൊരു തോൽവി. നിന്റെയൊക്കെ തലച്ചോറില്ലേ? തലച്ചോറ് സംഭാഷണത്തിൽ നിന്ന് വേർപെട്ട് പോയോ നിന്റെയൊക്കെ? ഇത് എങ്ങനെ ഇവന്മാരെ പൊട്ടന്മാരെന്ന് വിളിക്കാതിരിക്കാൻ പറ്റും? അത് അങ്ങനെ ഒരുത്തൻ. വിശ്വാസം മൂത്ത് ഇതെന്നതാണ് ഈ പണിത് വെച്ചേക്കണത്? കുത്തബ്മിനാറോ? ഓ, വിശ്വാസമാണല്ലേ? ദേ പോണ വിശ്വാസം. കുറെ എണ്ണങ്ങൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. സങ്കടം തോന്നുന്നുണ്ട്, പക്ഷെ ചിരിക്കാനും തോന്നുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തൊരാൾക്കാരാണ്. ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ഷറാഫത്തിന് പറയും. എന്താണ് ഇപ്പോൾ കോർപ്പറേഷനാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ടത്, അതിന്റെ കാരണമായിട്ട് ഇപ്പം എന്താണ് പറയുന്നത്? അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അവരുടെ അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇതിൽ പറയും. നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഹോസ്പിറ്റൽ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് അവർ ഡെലിവറി എവിടെ നിന്നാണ് കഴിഞ്ഞത്? വീട്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്ന പക്ഷേ വീട്ടിൽ നിന്നായി പ്രസവം പെട്ടെന്ന്. അപ്പോൾ ആയത് അവരോട് പറയും ചെയ്തു, പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തെളിവാണ്, കുഞ്ഞനാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരുന്നത്. നമുക്ക് 28-ാം തീയതി ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ 28-ാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും. അപ്പോൾ അതിന് എനിക്കും വെക്കുവാനും താല്പര്യമില്ല മരുന്ന് വെച്ച് ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കാൻ ആ സമയം ആകുമ്പോൾ പോകാന്നുള്ള ഇതിലേ നിന്നത്. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ ഒരു രാവിലെ 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നില്ലേ? ഭയങ്കര സൗമ്യമായിട്ടാണ് ആ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അവൻ എന്നതാ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണോ? നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ടെന്ന് കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഞാനൊക്കെ റിയാക്ട് ചെയ്ത് മടുത്ത്. ഇമാരുടെയൊക്കെ തലയിലൊക്കെ കളിമണ്ണാണെന്ന് അറിയാൻ പാടില്ല. എന്നാണെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ ഉടനെ തന്നെ റിയാക്ട് ചെയ്യും. മേ ബി ചാനൽ സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ ബാക്കപ്പ് ചാനലായിരിക്കും, അല്ലെങ്കിൽ ഈ ചാനൽ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ ഗൈസ്.